ലോകം മുഴുവനും വലിയ ആശങ്കയിലാണ്. ലോകത്തെ മുഴുവനും ഭീതിപ്പെടുത്തിക്കൊണ്ട് ഒരു പകർച്ചവ്യാധി ലോകമെമ്പാടും പടർന്നു പിടിക്കുന്നു. അത്തരത്തിൽ ആ പകർച്ചവ്യാധി അതിവേഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ WHO, അതായത് ലോകാരോഗ്യ സംഘടന, ഇതിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ലോകാരോഗ്യ സംഘടന ഇതിനെ വളരെയധികം ഗൗരവമായിട്ട് കണക്കാക്കണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിലൂടെ ഈ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വൈറസ് അത് എത്രത്തോളം ലോകത്തെ മുഴുവനും ആശങ്കയിലാഴ്ത്തും എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ച ആ ഒരു സാഹചര്യത്തിൽ ആദ്യം മെഡിക്കൽ വിദഗ്ധർ കരുതിയിരുന്നത് ഇത് ഹന്ത വൈറസ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് വിശദമായ പരിശോധനയിലൂടെയാണ് ഇത് ഹന്ത വൈറസ് അല്ല, നേരെ മറിച്ച് എബോള വൈറസ് ആണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. അപ്പോൾ നമുക്കറിയാം, എബോള വൈറസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഒരുപാട് ആളുകൾ മരണത്തിന് കാരണമായി മാറിയ ഒരു പകർച്ചവ്യാധിയാണ്, ഒരു വൈറസാണ്. എന്നാൽ പിന്നീട് ആ എബോള വൈറസിന് അതിന് കൃത്യമായ വാക്സിനുകളും മരുന്നുകളും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു എബോള വൈറസ് അത് മറ്റൊരു വകഭേദമാണ്. നമുക്കറിയാം, COVID-19 പല വകഭേദങ്ങൾ വന്നതുപോലെ ഈ എബോള വൈറസിൻ്റെ മറ്റൊരു വകഭേദമാണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ആദ്യം അതിന് വാക്സിനുകളും മരുന്നുകളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത്. അത്തരമൊരു ആശങ്കാജനകമായ അത്തരമൊരു നിസ്സഹായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത്. സാധാരണ പകർച്ചവ്യാധികളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഈ പകർച്ചവ്യാധി, അതായത് എബോള വൈറസിൻ്റെ ഈ മറ്റൊരു വകഭേദം, അത് പകരുന്നത് ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ്റെ ആ ഒരു മൃതശരീരത്തിൽ കൂടിയാണ്. ഈ ഒരു എബോള വൈറസിൻ്റെ ഈ ഒരു വകഭേദം ഉണ്ടാവാനുള്ള കാരണം ആഫ്രിക്കയിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ നിന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു മൃതശരീരം കുളിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് അദ്ദേഹത്തിനെ ആ ഒരു ശവപ്പെട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിനകത്തേക്ക് വെക്കാറുണ്ട്. ഇതേ മാതൃകയിൽ തന്നെയാണ് ആഫ്രിക്കയിലെയും ചടങ്ങ്. അവിടെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. ആ മനുഷ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രമാണിയായ, അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾ മരണപ്പെട്ടതിന് ശേഷം ഇയാൾ ആദ്യം അടക്കം ചെയ്തു. എന്നാൽ പിന്നീട് ഇയാളുടെ ബന്ധുക്കളൊക്കെ വന്നുകൊണ്ട് അയാളെ അടക്കം ചെയ്തത് ശരിയായില്ല, അയാളൊരു പ്രമാണിയാണ്, അതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു മൃതദേഹം പുറത്തെടുത്ത് അതിനെ ഒന്നുകൂടി കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് മറ്റൊരു നല്ലൊരു ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു ആവശ്യം. അതിൻ്റെ ഭാഗമായി ആ മനുഷ്യൻ്റെ ആ ഒരു മൃതശരീരം ആ ശവപ്പെട്ടിൽ നിന്നും എടുത്ത് കുളിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ മാറ്റി മറ്റൊരു ശവപ്പെട്ടിയിലേക്ക് ഇവർ അടക്കം ചെയ്യുന്നു. ആ ചടങ്ങിൽ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആളുകളാണ് ഈ മനുഷ്യൻ്റെ ഈ ഒരു ചടങ്ങിനായിട്ട് അവിടേക്ക് ഒത്തുകൂടിയത്. ഒരുപാട് ആളുകൾ ഈ മൃതശരീരത്തെ സ്പർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ മെയ് മാസത്തിൽ ആഫ്രിക്കയിലെങ്ങാനും പിടിച്ചു കുലുക്കുന്ന ആ വലിയൊരു എബോളയുടെ പുതിയ വകഭേദമായ ആ പകർച്ചവ്യാധിക്ക് കാരണമായ സംഭവം. എബോള വൈറസ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വവ്വാലുകളിൽ നിന്നാണ്. ഫ്രൂട്ട്സ് ബാറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം വവ്വാലുകളാണത്. ഈ വവ്വാലുകൾ കഴിക്കുന്ന പഴങ്ങൾ മറ്റേതെങ്കിലും മൃഗങ്ങൾ കഴിക്കുന്നു. ആ മൃഗങ്ങളെ അവിടെയുള്ള മനുഷ്യർ ആരെങ്കിലും വേട്ടയാടി പിടികൂടി അതിനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിസ്സാരമായിക്കൊണ്ട് ആ ഒരു പകർച്ചവ്യാധി മനുഷ്യരിലേക്ക് എത്തുകയാണ്. പൊതുവെ നമുക്കറിയാം, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലുമൊക്കെ കാണാൻ കഴിയുന്നത് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കഴിക്കുന്ന ആളുകളെയാണ്. അപ്പോൾ അത്തരത്തിലൂടെ ഈ ഒരു വൈറസ് ഈ മനുഷ്യനിലേക്ക്, ഈ മരണപ്പെട്ടു പോയ ഈ മനുഷ്യനിലേക്ക് വന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവേഷകർ പറഞ്ഞു വെക്കുന്നത്. ഈ പുതിയ എബോള വകഭേദം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, അതായത് DRC എന്ന് പറയുന്ന രാജ്യത്താണ്. ഈ രാജ്യത്ത് കുറേ കാലങ്ങളായി വലിയ രീതിയിലുള്ള ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയുള്ള ഗവൺമെൻറ്റും അതോടൊപ്പം മറ്റു സായുധ സംഘടനകളും തമ്മിൽ നിരന്തരമായി കാലാകാലങ്ങളായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത്തരമൊരു ആക്രമണം കാരണം തന്നെ അവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് പാടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഏപ്രിൽ, അതായത് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് ആദ്യ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ കോങ്കോയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള ഇറ്റൂരി പ്രവിശ്യയിൽ ഒരാൾക്ക് കഠിനമായ രോഗബാധയുണ്ടാവുകയും കൃത്യമായ ചികിത്സ ലഭിക്കാതെ ഏപ്രിൽ 27-ന് ഈ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ മരണപ്പെട്ടു പോയ മനുഷ്യൻ, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ആ മനുഷ്യൻ്റെ ആ ഒരു മൃതശരീരം പുറത്തെടുത്ത് കുളിപ്പിച്ച് മറ്റൊരു ശവപ്പെട്ടിലാക്കിയ ആ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇയാളുടെ മരണത്തിൻ്റെ കാരണം ഈ പകർച്ചവ്യാധി കാരണമാണ് എന്നുള്ളത് ആരും തന്നെ അറിയുന്നില്ല. പിന്നീട് മെയ് 5-ാം തീയതി മറ്റൊരു കേസ് ഉണ്ടാവുകയാണ്. ആദ്യ സംഭവവുമായി നേരിട്ട് ബന്ധമില്ലാത്ത മൊക്വാലു എന്ന് പറയുന്ന ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ മറ്റൊരു വ്യക്തി സമാന ലക്ഷണങ്ങളോടെ മരണപ്പെട്ടു പോകുന്നു. നേരത്തെ പറഞ്ഞു, യുദ്ധം കാരണത്താൽ
എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര മെഡിക്കൽ സംഘത്തെയൊക്കെ അയച്ചുകൊണ്ട് അയാളുടെ മരണകാരണം എന്താണെന്നും കണ്ടുപിടിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എബോളയാണ് എന്നും കണ്ടുപിടിക്കാനും സാധിച്ചില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ പ്രമാണിയായി മരണപ്പെട്ടു പോയ മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പലയിടങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് ആ പാവ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല, തങ്ങളിലേക്ക് ആ ഒരു എബോള വൈറസ് പകർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ആ മനുഷ്യരൊക്കെ അവരുടെ പല സ്ഥലങ്ങളിലേക്കും പല ഗ്രാമങ്ങളിലേക്കും അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നീട് സമാനമായ ലക്ഷണങ്ങളോടുകൂടി ഒന്നിനു മീതെ ഓരോന്നിങ്ങനെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ സംശയം തോന്നിയ മെഡിക്കൽ സംഘം വിദഗ്ധമായ പരിശോധനയ്ക്ക് തയ്യാറാവുകയാണ്. എന്നാൽ ആദ്യം പരിശോധിച്ച സമയത്ത് അതിൻ്റെ ഫലം നെഗറ്റീവായിരുന്നു. നെഗറ്റീവാനുള്ള കാരണം നിലവിലുള്ള പരിശോധനാ കിറ്റുകളും വാക്സിനുകളും മുമ്പുണ്ടായിരുന്ന അപകടകാരികളായ സെയർ എന്ന് പറയുന്ന വകഭേദത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ കോങ്കോയിൽ പടരുന്നത് ബുദ്ധിമുഖ്യോ അഥവാ ബി സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു വകഭേദമാണ്. അതുകൊണ്ടാണ് അത് നെഗറ്റീവായി മാറിയത്. എന്നാൽ പിന്നീട് മെയ് 14 ഇത് എബോള വൈറസിൻ്റെ മറ്റൊരു വകഭേദമായിട്ടുള്ള ബി സ്ട്രെയിനാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. ഇതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പകരാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ മരണനിരക്ക് 25% മുതൽ 40% വരെയാണ്. സയർ വകഭേദത്തിൻ്റേത് 60 മുതൽ 90% വരെയായിരുന്നു. മരണനിരക്ക് കുറവായതിനാൽ രോഗികൾ പെട്ടെന്ന് മരിക്കാതെ കൂടുതൽ ആളുകളുമായി സമ്പർക്കത്തിൽ വരികയും രോഗം അതിവേഗത്തിൽ പടരുകയും ചെയ്യുന്നു. കോങ്കോയ്ക്ക് പിന്നാലെ അയൽരാജ്യമായ ഉഗാണ്ടയിലും ഗോമ എന്ന തന്ത്രപ്രധാന പ്രദേശത്തും കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ മെയ് 17 ലോകാരോഗ്യ സംഘടന ഇത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പൗരന്മാർക്കും ഈ രോഗബാധയുണ്ടായി എന്നുള്ളത് ലോകത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയാണ്. ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു അമേരിക്കൻ ഡോക്ടറടക്കം 6 പേരെയാണ് ഇത്തരത്തിൽ ഈ രോഗം ബാധിക്കുകയും പിന്നീട് വരെ വിദഗ്ധ ചികിത്സയ്ക്കായി ജർമ്മനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അമേരിക്കയിലേക്ക് ഈ പ്രദേശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഇത്തരമൊരു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വിലക്കൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിൽ രോഗബാധയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 500 മരണപ്പെട്ടവരുടെ എണ്ണമാകട്ടെ 130 കഴിഞ്ഞു എന്നുള്ളതാണ്. വെറും 3 ദിവസത്തിനുള്ളിൽ മാത്രം കേസുകൾ 246 നിന്നും 500 ഇരട്ടിച്ചു. യുദ്ധം കാരണം ജനങ്ങൾ കൂട്ടത്തോടെ അതിർത്തി കിടന്ന് പാലായനം ചെയ്യുന്നത് ഇതിൻ്റെ രോഗവ്യാപന സാധ്യത കൂടുകയാണ്. ഈ പകർച്ചവ്യാധി പടരുന്നത് വായുവിലൂടെയല്ല, നേരെ മറിച്ച് ശരീരങ്ങളിലൂടെ, മൃതശരീരങ്ങളിലൂടെ, അതിൻ്റെ ഫ്ലൂയിഡുകളിലൂടെയാണ് ഈ ഒരു പകർച്ചവ്യാധി പടരുന്നത്. രോഗബാധിതരുടെ രക്തം, തുപ്പൽ, വിയർപ്പ് തുടങ്ങിയ ശരീരദ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കമുണ്ടാകുന്ന സമയത്താണ് ഈ രോഗം പകരുന്നത്. നിലവിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ഒരു കേസുകളും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് വലിയ ആശ്വാസമുണ്ടാകുന്നൊരു കാര്യമാണ്. ഇത്തരമൊരു സംഭവം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാതിരിക്കട്ടെ. കാരണം കൊറോണയുടെ സമയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ, ഒരുപാട് പ്രയാസത്തിലൂടെയാണ് കോവിഡ് കാലത്ത് നമ്മുടെ രാജ്യം കടന്നുപോയത്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കട്ടെ. അതോടൊപ്പം ഈ ഒരു പകർച്ചവ്യാധി ഇത്തരത്തിൽ ലോകത്തെ മുഴുവനും ആശങ്കയിലാഴ്ത്തുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെയധികം വൃത്തിയോടുകൂടി നമ്മളെല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴും മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ പ്രത്യേകം ജാഗ്രത വേണം. മരണ വീടുകളിൽ മറ്റുമൊക്കെ പോയി വന്നതിന് ശേഷം കൈകാലുകൾ മറ്റുമൊക്കെ നല്ലതുപോലെ വൃത്തിയായി കഴുകി സുരക്ഷിതമായി ഇരിക്കാൻ ശ്രമിക്കുക.